പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും എന്നേകം തന്നെ. ആമേൻ. പരിശുദ്ധ കന്യകമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച പ്രഭാതത്തിലെ പ്രമിയോൻ. പരിശുദ്ധ കന്യകമറിയാമിനെ സഭ എപ്രകാരമാണ് വിശ്വസിക്കുന്നത്, കാണുന്നത്? അമ്മയിൽ പരിശുദ്ധ സഭ കാണുന്ന ദിവ്യത്വം എന്താണ്? പഴയ നിയമ പുസ്തകത്തിൽ അമ്മ എങ്ങനെ വെളിപ്പെടുന്നു? പുതിയ നിയമത്തിൽ സഭയുടെ ഒരമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ എന്തുകൊണ്ട് കാണുന്നു എന്ന ഭാഗമാണ് ഈ സെദറായിൽ വിശദീകരിക്കുന്നത്. കർത്താവേ, അടിയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷത്താൽ ഈ വചനപ്പ് പെരുന്നാൾ കാലങ്ങളെ ആദരിച്ചുകൊണ്ട് സ്വർഗീയ സൈന്യങ്ങളൊന്നിച്ച് നിൻ്റെ വചനത്തിലെ ദൂതുപോലെ ഞങ്ങൾ പറയുന്നു: കുർബ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ബലവാനായ കർത്താവ് നിന്നോടുകൂടെ. സകല സൃഷ്ടിയുടെയും നാഥൻ്റെ വാഴ്ത്തപ്പെട്ട മാതാവേ, നിനക്ക് സമാധാനം. പ്രസവത്തിന് മുമ്പും പിമ്പും കന്യകയായി തന്നെ സ്ഥിതി ചെയ്ത മാതാവേ, നിനക്ക് സമാധാനം. അപ്രത്യക്ഷൻ തൻ്റെ ഗർഭത്തിൽ ആവസിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ടവളെ, നീ ഭാഗ്യവതിയാകുന്നു. സ്വർഗീയ ഫലം തന്നിൽ കാഴ്ച ശ്രേഷ്ഠമായ ഉദ്യാനമേ, നിനക്ക് സമാധാനം. തൻ്റെ ഫലത്തിൽ നിന്നുള്ള വീഞ്ഞിനാൽ ലോകത്തെ ആനന്ദിപ്പിച്ച മഹത്വമുള്ള മുന്തിരിത്തണ്ടേ, നിനക്ക് ഭാഗ്യം. സ്വർഗീയ പിതാവിൻ്റെ ഏകജാതൻ, അതിൽ വസിച്ച പരിശുദ്ധവതിയായവളെ, നിനക്ക് സമാധാനം. വിവാഹ സ്പർശനമില്ലാത്ത നിർമ്മലയായവളെ, നിനക്ക് ഭാഗ്യം. ലോകങ്ങളുടെ പരാക്രമിയായ ദൈവം അതിൽ വസിച്ച പരിശുദ്ധ ആലയമേ, നിനക്ക് സമാധാനം. വിശ്വാസികളുടെ അഭിമാനമായ പ്രാഭവമേ, നിനക്ക് ഭാഗ്യം. നന്മകളുടെ സമൂഹവും നിക്ഷേപങ്ങളുടെ സമർത്ഥമായ അറയുമേ, നിനക്ക് സമാധാനം. ലോകമൊക്കെയുമുള്ള രക്ഷാകരമായ യവനികയെ, നിനക്ക് ഭാഗ്യം. നിന്നിൽ സങ്കേതം പ്രാപിക്കുന്ന എല്ലാവരുടെയും വിജയമാകുന്ന അമ്മേ, നിനക്ക് സമാധാനം. എല്ലാ ക്രിസ്ത്യാനികളുടെയും അജയ്യമായ ആയുധമേ, നിനക്ക് ഭാഗ്യം. തന്നാൽ ആരുടെ ദൃഷ്ടാന്തം നിറവേറപ്പെട്ടു എന്ന പ്രവാചകന്മാരുടെ സന്തോഷത്തിന് കാരണമായ മാതാവേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കുടുംബത്തലവൻ്റെ പാപം താൻ വഴിയായി പരിഹരിക്കപ്പെട്ട പുണ്യവതിയെ, നിനക്ക് ഭാഗ്യം. പ്രായാധിക്യനായ ദൈവത്തെ വഹിച്ച സ്തുത്യ ബാലികയെ, നിനക്ക് സമാധാനം. സ്വർഗീയ ഭാഗ്യങ്ങൾക്ക് യോഗ്യമായ ഭാഗ്യവതിയെ, നീ ധന്യയാകുന്നു. വളരെ പ്രായം ചെന്ന കഴുകനെ പ്രസവിച്ച പരമാർത്ഥതയായ മാടപ്രാവേ, നിനക്ക് സമാധാനം. രക്ഷിക്കപ്പെട്ടവർക്ക് ധാരാളം ദാനങ്ങളെ കൊടുക്കുവാൻ കാരണമായവളെ, നിനക്ക് ഭാഗ്യം. കന്യാവ്രത ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട കന്യകയെ, നിനക്ക് സമാധാനം. ലോകങ്ങളുടെ പരാക്രമനായ മശിഹ തന്നിൽ ജനിച്ച കന്യക മണവാട്ടിയും വിവാഹ സ്പർശനമേൽക്കാത്ത മാതാവുമേ, നിനക്ക് സമാധാനം. അലിഞ്ഞ് പൊരിഞ്ഞിരിക്കുന്ന സകലരുടെയും ആശ്വാസത്തിൻ്റെ തുറമുഖമേ, നിനക്ക് സമാധാനം. സകല സൃഷ്ടികളുടെയും കർത്താവിനെ വഹിച്ച് ആഘോഷിച്ചതുകൊണ്ട് നീ ഭാഗ്യവതിയാകുന്നു. വിശുദ്ധ ക്രൂബേന്മാരുടെ രഥത്തേക്കാൾ ഉയർന്നിരിക്കുന്നവളെ, നിനക്ക് സമാധാനം. ലോകത്തിൻ്റെ കയ്പിനെ പരിഹരിച്ച രുചികരമായ ലവണമേ, നിനക്ക് ഭാഗ്യം. സകല നിബിയന്മാരുടെയും നാഥനെ പ്രസവിച്ച ദീർഘദർശിനിയെ, നിനക്ക് സമാധാനം. ലോകത്തിൻ്റെ ദാഹത്തെ തീർത്ത കരുണാനദിയായവളെ, നിനക്ക് ഭാഗ്യം. ഐശ്വര്യത്തിൻ്റെ നിക്ഷേപമേ, അനുഗ്രഹത്തിൻ്റെ കുറഞ്ഞുപോകാത്ത ഭണ്ഡാരമേ, നിനക്ക് സമാധാനം. തൻ്റെ രഥം
മേഘങ്ങൾക്കപ്പുറം സ്ഥാപിച്ചവനെ, തൻ്റെ മടിയിൽ വളർത്തിയ ലഘുവായ മേഘമേ, നിനക്ക് ഭാഗ്യം. ഏദൻ തോട്ടത്തിലേക്ക് ഞങ്ങളെ പിന്തിരിപ്പിച്ച അത്യുന്നത പറുദീസായെ, നിനക്ക് സമാധാനം. പ്രവാചകന്മാരുടെ അലങ്കാരവും ശ്ലീഹന്മാരുടെ അഭിമാനവും സഹതന്മാരുടെ കിരീടവുമേ, നിനക്ക് ഭാഗ്യം. മന്ന, സ്വർഗീയ മന്ന, അതിൽ സൂക്ഷിച്ചിരുന്ന തങ്കച്ചെപ്പേ, നിനക്ക് സമാധാനം. ലോകമാസകലത്തിൻ്റെയും ഉന്നതിയും സന്തോഷവും ആഹ്ലാദവുമായവളെ, നിനക്ക് ഭാഗ്യം. സ്വർഗവാസിയെ വഹിച്ച് ആഘോഷിച്ച രണ്ടാം സ്വർഗമേ, നിനക്ക് സമാധാനം. ദൃഷ്ടാന്തങ്ങളും ഉപമകളും വ്യാഖ്യാനിക്കപ്പെട്ട യഹൂദായുടെ പരിപാലകയെ, നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ ശുദ്ധിമതിയെ, നിന്നോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ഉദയം ചെയ്ത കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്റെ മധ്യസ്ഥതയാൽ ഇടയന്മാർ ശാന്തതയിൽ സംരക്ഷിക്കപ്പെടണമേ. ആചാര്യന്മാർ നിർമ്മലീകരിക്കപ്പെടണമേ. ഷമ്മാശന്മാർ പൂർണ്ണമായി വെടിപ്പാക്കപ്പെടണമേ. സഭയിലെ എല്ലാ ജനങ്ങളും സൂക്ഷ്മമായി കാത്തുകൊള്ളപ്പെടണമേ. ഭരണകർത്താക്കൾ ശാന്തരായി വസിക്കണമേ. അനുതാപികൾ കരുണയാൽ അംഗീകരിക്കപ്പെടണമേ. ക്രിസ്ത്യാനി സമൂഹമെല്ലാം നന്മാസമൃദ്ധിയിൽ സ്ഥിതി ചെയ്യണമേ. ഞങ്ങളും അവരും ഞങ്ങളുടെ കുലത്തിന് പുതുക്കം നൽകിയ മശിഹാ തമ്പുരാനും തൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആമേൻ. ശാന്തമായി ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്രകാരം വിശ്വാസത്താലുള്ള അനുസരണം പാലിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള അനുസരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, അനിവാര്യമാണ്. അവിടെയാണ് ദൈവം നമ്മിൽ വസിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ.